ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതാക്കി ചോപ്പ് എടുത്തിട്ടുള്ളതാണിത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ക്യാബേജ് കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഹാഫ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ഇതിലേക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 3 സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഹാഫ് ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ട് ഷ്രെഡ് ചെയ്തെടുത്ത ചിക്കനാണ്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുരുമുളകും ഗരം മസാലയും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് അരമണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അതിന് ശേഷമാണ് ഇത് ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഷ്രെഡ് ചെയ്തെടുത്തത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി 2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണം. പിന്നെ നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിലും 1.5 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ഞാൻ അവിടെ ചേർക്കുന്നത്. അത് നമ്മൾ കോട്ടിങ്ങിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, നോർമൽ വാട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉപ്പും പാൽപ്പൊടിയും പിന്നെ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഡോ ആയിട്ടാണ് കുഴക്കേണ്ടത്. അപ്പോൾ ഇതാ ഡോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഫില്ലിംഗ് റെഡിയാകുന്നത് വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതാ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി ബ്രൗൺ കളറായി കിട്ടും. അതിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാബേജ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചാട്ട് മസാല കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എടുത്തു വെച്ച ചീസ് അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ആ ചൂടിൽ അതങ്ങ് മെൽറ്റ് ആയിക്കോളും. ഈ ഒരു സ്നാക്കിൽ നമ്മൾ ചീസ് വെച്ച് ചെയ്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ചീസ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരു വലിയ ചപ്പാത്തിക്കുള്ള സൈസ് മാവ് എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പുള്ള ഏതെങ്കിലും ഒരു മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഫില്ലിംഗ് കുറച്ച് കയ്യിലാക്കിയിട്ട് അതിലേക്ക് ചെറിയൊരു പീസ് ചീസ് എടുത്ത് വെച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറിയ ബോളാക്കി എടുത്തിട്ട് നമ്മൾ പരത്തി വെച്ച മാവിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കാം.
അതിനുശേഷം നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം, സാധാരണ ഒരു മിഠായി ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ. എന്നിട്ട് ജസ്റ്റ് ഒരു ട്വിസ്റ്റ് ചെയ്യാം രണ്ട് സൈഡും. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് രണ്ട് സൈഡിലും ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിഠായിൻ്റെ ലൈൻസ് മാതിരി ആ സൈഡിലും ലൈൻസ് വരും. ഇതേപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ കുറച്ച് ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, എന്നാലും എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം ചൂടായാൽ നമ്മൾ ഓരോ ചിക്കൻ മിഠായും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് വറുത്ത് കോരണം. അപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ മിഠായും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സ്നാക്കാണിത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാവും. എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള മുട്ടായിയുടെ ഷേപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഉള്ളിലുള്ള സ്റ്റഫിങ് ചിക്കനുമാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചീസ് വെച്ചിട്ട് തന്നെ ഇത് ചെയ്ത് നോക്കണം, എങ്കിലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യാനും, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയും വീണ്ടും കാണുന്നത്. ബൈ.